അങ്ങനെ നമ്മളെന്താ വിടാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഇന്ന് MBAൻ്റെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പരിപാടിക്ക് പോവാണ്. പരിപാടിക്ക് പോവാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാ എന്താണ് പറയാനുള്ളത്? കേരള സ്റ്റോർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേരള ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കണം. പഴംപൊരിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പഴംപൊരി കഴിക്കണം. ഇതാണ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചത്. ഹായ്, ഞങ്ങൾ ജൂനിയർ അല്ലെ UG വന്ന പുതിയ സ്റ്റുഡൻസ് ആണ് ഗൈസ്. നമ്മളവിടെ പോയി നോക്കിയപ്പം പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മള് പോയി നോക്കി ചമ്മി വന്നതാണ്. കാരണം പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ഓരൊക്കെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. 1 മണി മുതലാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണി സ്റ്റാർട്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് 1 മണി മുതൽ 2 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതാണ് നമ്മുടെ ക്ലാസ്. പ്രിയങ്ക സേ ഹായ്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ പരിപാടിയൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ടായിരുന്നു. എന്താണ് പരിപാടി? ഫുഡ് ഫെസ്റ്റ് ആണ് ഗൈസ്. നമ്മളവിടെ പോയ സമയത്ത് അവിടെ എല്ലാ സംഭവവും സെറ്റാക്കി. സമൂസ, കട്ട്ലീറ്റ്, സ്നാക്സ് കാര്യങ്ങൾ ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി കഴിക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ പായസത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല പാലട പായസം ഉണ്ടെങ്കിൽ 20 ഉറുപ്പിക കുഞ്ഞു ക്ലാസ്സിന്. പക്ഷെ നമ്മളെല്ലാവരും വാങ്ങിച്ച് കഴിച്ചത് നല്ല രസമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും രസമുള്ളൊരു സാധനം പാലട പായസമായിരുന്നു. അങ്ങനെ കൂട്ടത്തിലെല്ലാവരും ഓരോ ഗ്ലാസ് പായസം വാങ്ങിച്ച് കഴിച്ച്. സാനി എല്ലാവരും കഴിച്ചിട്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കട്ട്ലേറ്റ് വാങ്ങി അതെല്ലാവരും കൂടെ പിച്ചി തിന്ന് എല്ലാവരും അടുത്ത് കഴിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ച ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സമൂസ വാങ്ങിച്ച് കഴിച്ചു. അതും നല്ലതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡെസേർട്ട്സിൻ്റെ സൈഡിലേക്ക് പോയി. അതായത് ഇവർ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് കുറച്ചൊരു ഫുള്ളായിട്ടുള്ളൊരു സാധനം ഇന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും ഒരു മാക്സിമം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബ്രെഡും പാലും എന്തെല്ലാം വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കഴിച്ച സാനി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അതേപോലെ തന്നെ ഒരു കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഓവർ റിയാക്ഷൻ നടന്ന സാനിനെയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി റിയാക്ഷൻ ഇട്ടെന്നാണ് സംഭവം. ഓനത്ര വലിയ ലൈക്കൊന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ചാട്ട് മസാല ഒരു സൈഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ചാട്ട് ഐറ്റംസ് ഉള്ള. അങ്ങനെ അത് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ചാട്ട്. പിന്നെ ചായ വാങ്ങിച്ച് കുടിച്ചു. ചായ നോർമൽ ചായ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കപ്പിലാണ് കിട്ടിയത്. പിന്നെ പാനിപ്പൂരി ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ല. പക്ഷേ ജസ്റ്റ് നമ്മൾ അവിടേക്കൊന്ന് പോയി നോക്കി. അതേപോലെ തന്നെ മോമോസിന് വെയിറ്റിംഗ് കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മോമോസ് വന്നു. നല്ല അടിപൊളി മോമോസും അതേപോലെ തന്നെ രസഗുളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് മോമോസ് കിട്ടി. ആ ഒരു ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചു. നമ്മളൊരു പ്ലേറ്റ് വാങ്ങിയിട്ട് നമ്മൾ 4 ആൾക്കാരാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജാസ്മിന് പക്ഷേ അത് കഴിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് എസ്പെഷ്യലി ആ ചട്നി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ച് തീർത്തു. പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇവരെന്തെല്ലോ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ കാണിച്ചില്ല കഴിച്ച്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ വാങ്ങി പോകുന്നു.